ഇന്ന് രാവിലെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തു പോയപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. പൈനാപ്പിൾ സർബത്ത്. എങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഞാനും സിസ്റ്ററും പോയി പത്തിയൂർക്ക്. അങ്ങനെ പത്തിയൂർക്ക് വഴി പോകുമ്പോഴോ അവിടെ നല്ല തിരക്ക്. ഏവൂരിനപ്പുറം ആയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഘോഷയാത്ര. ഞങ്ങൾ അവിടെ എല്ലാം നിന്നത് കണ്ടു. കുറേ കാണാനുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്നപ്പം 3 ദേവിമാരുടെ ജീവിതം കണ്ടു. അപ്പം 3 ദേവിമാരുടെ ഉത്സവമാണെന്ന് മനസ്സിലായി. അമ്പലം ഏതാണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് അമ്പലം കണ്ടത്. എങ്കിലവിടെ കയറി തൊഴുത് അവിടെ ഉള്ളതെല്ലാം കഴിച്ചിട്ട് പോകാമെന്നും കരുതി. അവിടെ കഴിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തു പാനിപ്പൂരിയും മസാലപ്പൂരിയും മുളക് ബജി. പാനിപ്പൂരി നല്ലതായിരുന്നു കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോയി. അങ്ങനെ ഞങ്ങൾ സർബത്ത് കടയിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെയും ഉത്സവത്തിനുള്ള നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഉത്സവത്തിന് അവിടെ തിരക്കിൽ പെട്ടത് കൊണ്ട് തന്നെ ഇവിടെ എത്താൻ ലേറ്റായി. 6 മണിയായി. അപ്പോഴും ഇവിടെയും നല്ല തിരക്ക്. അങ്ങനെ ഞങ്ങൾ 2 സർബത്ത് പറഞ്ഞു. എന്നിട്ട് സർബത്ത് ഉണ്ടാക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നു. ഈ സർബത്തിന് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഈ ചൂട് കാലത്ത് ഇതൊരു കപ്പ് കുടിച്ചാൽ മനസ്സും നിറയും വയറും നിറയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ കട വരുന്നത് നമ്മുടെ കായംകുളം പത്തിയൂർക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്.